കർത്താവിൻ്റെ വലിയ നാമം വീണ്ടും മഹത്വപ്പെടട്ടെ. അല്പസമയം കൂടെ വചനത്തിനു മുമ്പാകെ നമുക്കൊരുമിച്ചായിരിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വേദഭാഗങ്ങൾ. 1 Peter chapter 1 verses 3 onwards. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ചില വേദഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. മതി. പ്രൈസലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവിടെ അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട്, ആരാധന കരയേറ്റിക്കൊണ്ട് രേഖപ്പെടുത്തുന്ന വചനങ്ങളാണ്. സ്തോത്രം. വെള്ളിയാഴ്ച കടന്നു വന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 1:3, 1 പത്രോസ് 1:3. എടുക്കണ്ട, വായിക്കണ്ട, ഞാൻ പറയാം. എഫേസ്യ ലേഖനത്തിനകത്ത് ദൈവം ചെയ്ത ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങൾ, നമ്മുടെ അതിക്രമങ്ങളെ മോചിച്ച് നമ്മുടെ പാപത്തെ നീക്കി നമ്മളെ വീണ്ടെടുത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തു, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തന്നിരിക്കുകയും. അപ്പോൾ പാസ്റ്റിൽ ദൈവം ചെയ്ത ആത്മീയ വിടുതലുകളെ ഓർത്ത് അവിടെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ആരാധന കൊടുക്കുകയും. പ്രൈസലോ. 2 കൊരിന്ത്യരിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസിന് ജീവിതത്തിൽ നേരിട്ട കഷ്ടതകളെക്കുറിച്ച് പൗലോസ് വർണ്ണിക്കുമ്പോൾ അവിടെ പറയുന്നു, മനസ്സലിവുള്ള പിതാവ്, സർവ്വാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രസന്റ് കണ്ടീഷൻ. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ നടുവിൽ മനസ്സലിവുള്ള ഒരു പിതാവ്, സർവ്വാശ്വാസവും നൽകുന്ന ഒരു ദൈവം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല, കഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ കഷ്ടതയ്ക്ക് മുകളിൽ വ്യാപരിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആ കഷ്ടതയുടെ മുകളിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയുണ്ട്. സ്തോത്രം. അത് തിരിച്ചറിയുന്ന ദൈവജനമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഇവിടെ പറയുന്നത് ഭാവികാല പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശ. ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കേണ്ടത് നമുക്കുള്ള പ്രത്യാശയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ആ തേജസ്സിൻ്റെ അനുഭവം എനിക്ക് നൽകുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാ. ആ പ്രത്യാശ അകത്തളങ്ങളിലുള്ള ദൈവജനം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ആത്മീയ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിൽ വെളിപ്പെട്ട അനുഗ്രഹങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വീണ്ടും ജനനം, നമ്മുടെ രക്ഷ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ലഭിച്ചിരിക്കുന്ന നന്മകൾ, അതിനെയൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൈവത്തെ ആരാധിക്കേണ്ടത്. കഷ്ടതകൾ ജീവിതത്തിനകത്തുള്ളപ്പോഴും അതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ, അതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു ആശ്വാസം അതെനിക്ക് നൽകിയത് എൻ്റെ പിതാവാണ്, എൻ്റെ ദൈവമാണ്. ആ തിരിച്ചറിവിൽ വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് ഞാൻ തീച്ചൂളയ്ക്കകത്ത് ചവിട്ടി നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രത്യാശ, ഹല്ലേലൂയ, ഈ തീച്ചൂളയ്ക്കപ്പുറത്തൊരു തേജസ്സുണ്ട്, ഈ തീച്ചൂളയ്ക്കപ്പുറത്തൊരു മഹത്വമുണ്ട്. അതിനെ തിരിച്ചറിയുന്ന ദൈവമക്കളാണ് ദൈവത്തെ ആരാധിക്കുന്നത്.
ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ആരാധിക്കാതിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ആരാധിക്കാതിരിക്കുന്നത് എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം ശരിയായി വന്നില്ല എന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ആരാധിക്കാതിരിക്കുന്നത് എനിക്ക് ലോകത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ച നന്മ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആമേൻ, ലഭിക്കപ്പെട്ട ഒരു നന്മയുടെ അടിസ്ഥാനത്തിൽ അല്ല ദൈവത്തെ ആരാധിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ആത്മീയ വിടുതലുകളെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയെ ഓർത്തുകൊണ്ട്, ദൈവിക പ്രത്യാശയെ ഓർത്തുകൊണ്ട്, ഇന്നു പകൽക്കാലം തേജോമയനായി കർത്താവിനെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പ്രത്യാശ അകത്തളങ്ങളിലുള്ള ദൈവ പൈതല്, ആമേൻ, ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അകത്ത് വ്യാപരിക്കുന്ന ജീവനാൽ, അകത്ത് വ്യാപരിക്കുന്ന സന്തോഷത്താൽ, അകത്ത് വ്യാപരിക്കുന്ന പ്രത്യാശയാൽ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കോ, എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ടിരിക്കോ. ആമേ, പ്രൈസ് ദി ലോർഡ്. ആരാധന, ആമേ, ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. ആരാധന കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ദൈവ കൃപയാണ് എന്നിലേക്ക് പകർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഈ പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ പ്രധാനമായി 4 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കൃപ എന്നുള്ള വാക്ക് ആവർത്തിക്കപ്പെട്ടു. പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോഴും ആമേ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കരുണയുടെ ആധിക്യമാണ്. കരുണയുടെ ആധിക്യം, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു വാക്ക് കഷ്ടതയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഒരു വാക്ക് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ ഒരു വാക്ക് തേജസ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളൊന്ന് പറയാമോ? ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ. ഹല്ലേലൂയ. തേജസ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെയും കാണാം കൃപ. പ്രൈസ് ദി ലോർഡ്. കഷ്ടത, പ്രത്യാശ, തേജസ്. പ്രൈസ് ദി ലോർഡ്. ഈ 4 വാക്കുകൾ എപ്പോഴും ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രവൃത്തിയാലല്ല, അത് കൃപയാലാണ്. കൃപയാലാണ്, കൃപയാലാണ്, കൃപയാലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, കൃപയാലാണ്. ഹല്ലേലൂയ. ആ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിനകത്ത് പരിശോധനകളുണ്ട്, കഷ്ടതകളുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് പല വിധത്തിലുള്ള ശോധനകളൊക്കെ ഉണ്ട്. എന്നാൽ കഷ്ടതയോട് ചേർത്ത് പറയുന്നൊരു കാര്യമാണ്, ആമേൻ, ദൈവത്തിൻ്റെ ആമേ പ്രത്യാശയും ദൈവസന്നിധി ലഭിക്കുന്ന തേജസ്സും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ 1-2 വാക്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ 7-ാമത്തെ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ അങ്ങനെ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു പൊന്ന് ശോധന ചെയ്യുന്നത് പോലെ വിശ്വാസത്തെ ശോധന ചെയ്യുന്നുവെങ്കിൽ ആ ശോധനയ്ക്കപ്പുറത്ത് അതിനോട് ചേർന്ന് വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് പുകഴ്ച, തേജസ്, മാനം. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴാണ് വെളിപ്പെടുന്നത്? യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവമക്കൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ ഈ ഭൂമി കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുവാനുള്ള തേജസ്സിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ നിന്നയും പരിഹാസവും അനുഭവിക്കുന്നെങ്കിൽ അത് ദൈവസന്നിധി പുകഴ്ചയ്ക്കും മാനത്തിനുമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചേ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങൾ, ഹല്ലേലൂയ, അതിനോട് ചേർന്ന് പറയുകയാണ്. ആമേ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിന് വരേണ്ട ആമേ കഷ്ടതകളും ആമേൻ അതിനോട് പിൻവരുന്ന
മഹിമയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുണ്ടെങ്കിൽ അതിനോട് പിന്തുടരുന്നത് എന്താണ്? മഹിമ. ഹല്ലേലൂയ. അതിനോട് പിന്തുടരുന്നത് എന്താണ്? തേജസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 21-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ എന്തു കൊടുത്തു? തേജസ് കൊടുത്തു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് എന്തു കൊടുക്കുകയാണ്? തേജസ് കൊടുക്കുകയാണ്. അപ്പൊ കഷ്ടതയ്ക്കപ്പുറത്ത് എന്തുണ്ട് ദൈവമക്കളെ? ഒരു തേജസ്സുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ പ്രത്യാശയുണ്ട്. അതായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നടത്തേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള പ്രത്യാശ, ഹല്ലേലൂയ, എങ്ങനെയുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്? 1-ാമത്തെ വാക്യത്തിനകത്ത് ജീവനുള്ള പ്രത്യാശ. ദൈവമക്കളൊന്ന് പറയാമോ? ജീവനുള്ള പ്രത്യാശ. നമുക്കുള്ള പ്രത്യാശ എങ്ങനെയുള്ള പ്രത്യാശയാ? ജീവനുള്ള പ്രത്യാശ. നമ്മുടെ പ്രത്യാശ മരിച്ചതാണോ? സ്തോത്രം. ആമേൻ. നമ്മുടെ പ്രത്യാശ മരിച്ചതാണെങ്കിൽ ആമേൻ, നമുക്ക് പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? പ്രൈസ് ഇല്ല. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. കാരണം എന്നാ? നമ്മൾ ആരാധിക്കുന്ന കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. പ്രൈസ് ലോ. അതുകൊണ്ട് നമുക്ക് ഇന്നും ഒരു പ്രത്യാശയുണ്ട്. സ്തോത്രം. നമുക്കിന്നൊരു പ്രത്യാശ. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കള് നിരാശപ്പെട്ട് തലകുനിച്ചിരിക്കേണ്ടവരല്ല. അവർക്കൊരു പ്രത്യാശ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം തയ്യാറായാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യമാകിയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ, പൂർണ്ണ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വരുവായിരിക്കും. വന്നാൽ എന്നെ ചേർത്ത് കൊള്ളുമായിരിക്കും. ചിലപ്പം പോകാൻ പറ്റും, ചിലപ്പം പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. നമ്മുടെ പ്രത്യാശ പൂർണ്ണതയുള്ള പ്രത്യാശ. കാരണം എൻ്റെ കർത്താവ് ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നടത്തിയെടുത്തിട്ടുണ്ട്. എൻ്റെ കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രത്യാശ ആമേൻ ആടി ഒലിയുന്ന പ്രത്യാശ അല്ല, എൻ്റെ പ്രത്യാശ ഉറപ്പുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം 21-ാമത്തെ വാക്യാണ്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടത്. നമ്മുടെ പ്രത്യാശ എവിടെയാ? നമ്മുടെ പ്രത്യാശയുടെ പ്രത്യേകത ദൈവത്തിലുള്ള പ്രത്യാശ. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലൊന്നും അല്ല. സ്തോത്രം. നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. അതുകൊണ്ട് അത് ജീവനുള്ള പ്രത്യാശയായത്. അതുകൊണ്ട് അത് പൂർണ്ണതയുള്ള പ്രത്യാശയായി തീരുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. 3:15. സ്തോത്രം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് മതി. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ എവിടെയാ? നിങ്ങളിലുള്ള പ്രത്യാശ. സ്തോത്രം. പ്രത്യാശ നീ വേറെ ഇടത്തുനിന്ന് വരണ്ട. പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളുടെ അകത്ത് ക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവനുള്ള കർത്താവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ്. ഇപ്പൊ ചില വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി. കൃപ. പ്രൈസ് ദി ലോർഡ്. കഷ്ടത. സ്തോത്രം. കഷ്ടതയെക്കുറിച്ച് വെള്ളിയാഴ്ച ചിന്തിച്ചായിരുന്നു. ദൈവം അനുവദിക്കാതെ കഷ്ടത വരുന്നില്ല. ദൈവം അനുവദിച്ചൊരു കഷ്ടത വരുന്നെങ്കിൽ അതിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. യോബിൻ്റെ ജീവിതത്തിൽ എവിടം വരെ കഷ്ടത വരണമെന്ന് പിശാചല്ല പറയുന്നത്, ദൈവം പറയുക. അതിനപ്പുറത്ത് കയറരുത്. കഷ്ടതയുടെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. പൗലോസ് പ്രാർത്ഥിച്ചു, പൗലോസ് എൻ്റെ കൃപ നിനക്ക് മതി. കഷ്ടതയെ ശക്തീകരിക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്. ദൈവം കഷ്ടതയെ ശക്തീകരിക്കുന്നെങ്കിൽ കഷ്ടതയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ പൗലോസ് പറയുന്നു, ഞങ്ങൾ വിവിധ കഷ്ടങ്ങളിലൂടെ പോയി, ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. കഷ്ടത ദൈവത്തിൻ്റെ ആശ്രയത്തിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിൽ പ്രത്യാശ വർദ്ധിച്ചു. ഇന്ന് വിടുവിച്ചു, മേലാലും വിടുവിക്കും. സ്തോത്രം.
കഷ്ടതയിൽ ദൈവാശ്രയത്തിലേക്ക് കടന്നു വരികയാ. ആമേ പ്രൈസ്. ഞങ്ങൾ മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു, എന്നാൽ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് വന്നു, ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. കഷ്ടത ദൈവത്തിൽ ആശ്രയിക്കാനുള്ള നിമിഷങ്ങളാണ്. കഷ്ടത ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുവെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ ചുക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യില്ല. പ്രൈസലോ. ഒരു കുശവൻ കുഴച്ച ചെളിമണ്ണെടുത്ത് ഒരു ചക്രത്തിലേക്ക് വെച്ചിട്ട് ആ ചക്രം കറക്കും. പ്രൈസലോ. ഈ ചക്രത്തിൻ്റെ സ്പീഡ് നിർണ്ണയിക്കുന്നത് ആമെ പണി കാണാൻ വന്ന് നിൽക്കുന്ന വ്യക്തിയല്ല. പ്രൈസലോ. അത് ആ കുശവനാണ് നിയന്ത്രിക്കുന്നത്, ഇതെത്ര സ്പീഡിൽ കറങ്ങണമെന്ന്. ഹല്ലേലൂയ. ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ഏതു പരിതസ്ഥിതിയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും നിരാശപ്പെട്ടു പോകണ്ട. ആ പരിതസ്ഥിതിയെ നിയന്ത്രിക്കുന്ന ഒരു കുശവനാണ് നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം എന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഒരു മനോഹരമായ പാത്രം പുറത്തു വരണമെങ്കിൽ ആ കുശവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കഷ്ടതകളുണ്ട് ദൈവമക്കളെ, കഷ്ടതകളില്ലാത്ത ആത്മീയ ജീവിതം ഇല്ല. കഷ്ടത ഇല്ലെന്ന് ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കരുത്. കഷ്ടത ജീവിതത്തിനകത്തുണ്ട്. കഷ്ടത അവിടെ ഉള്ളപ്പോഴും ഈ കഷ്ടത ഒന്നുമല്ല, ഇത് നൊടിനേരത്തേക്കുള്ള കഷ്ടതയാണെന്ന് പറയാൻ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പ്രത്യാശ, പ്രൈസലോ, നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന ദൈവശക്തി, പ്രൈസലോ. ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കള് ആ കഷ്ടതയെ നോക്കി പറയണം, ഇത് നൊടിനേരത്തേക്കുള്ള കഷ്ടതയാ, ഇത് താൽക്കാലികമാ, ഇതിനപ്പുറത്ത് നിലനിൽക്കുന്ന നിത്യമായതൊന്നുണ്ട്, അതെന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രൈസലോ. ഈ പ്രത്യാശയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ആ വാക്കുകളുടെ വിശദീകരണം ആവശ്യമില്ല. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നിർത്താം. പ്രൈസലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തി കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ട എന്നിവയില്ലാത്തതുമായി അവകാശത്തിന് ആയി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസലോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രൈസലോ. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പൗലോസ് പറയുക, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായിരുന്നേ, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായിരുന്നേ. ഹല്ലേലൂയ. എന്നാൽ ഇന്നും ഇവിടെ യേശു കർത്താവിനെ പ്രസംഗിക്കപ്പെടുന്നുവെങ്കിൽ അതിനൊരു കാരണം യേശു കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ആമെ ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടല്ല. യേശു കർത്താവിന് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നതിന് കാരണം മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് പ്രത്യാശ ദൈവമക്കളായി നമുക്ക് തന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം അവനെ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ എൻ്റെ അകത്തെ പ്രതീക്ഷ എന്നാണെന്നറിയാമോ? ഇപ്പോ കാഹളം ധ്വനിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എനിക്ക് കടന്നു പോകുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. പ്രൈസലോ. എത്ര പേർക്ക് ആമേൻ ഈ തിരിച്ചറിവുണ്ട്? ഈ തിരിച്ചറിവുള്ളവർ മാത്രം ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിക്കണം. പ്രൈസലോ. നമ്മുടെ പ്രത്യാശ ലോകമയമല്ല, നമ്മുടെ പ്രത്യാശ വിൺമയമായതാണ്. നമ്മുടെ പ്രത്യാശ തേജസ്സുള്ളതാണ്. നമ്മുടെ പ്രത്യാശ ക്ഷയം, വാട്ട, മാലിന്യമുള്ളതല്ല. നമ്മുടെ പ്രത്യാശ തേജസ്സിന്റെ പ്രത്യാശയാണ്. പ്രൈസലോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. പ്രൈസലോ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്. പ്രൈസലോ. നമ്മൾ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ ജീവനുള്ള ഒരു പ്രത്യാശയിലേക്ക് യേശു കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും പറയുന്ന കാര്യമുണ്ട്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. അതെന്താണ്? ആമേൻ, നമ്മുടെ കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആമേൻ, നമ്മുടെ ശരീരം ഞരങ്ങിക്കൊണ്ടിരിക്കുക എന്തിന്? ഒരു വീണ്ടെടുപ്പിന് വേണ്ടി. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പ് എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുന്നു. പ്രൈസലോ. അപ്പൊ നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കർത്താവ് വരുമെന്നുള്ളതാണ്. ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലേക്ക് തരാനാണ് സ്വപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കാൽവറി യാഗമാക്കി തീർത്തത്. പ്രൈസലോ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യാശയുള്ള ദൈവമക്കളെ കാക്കുന്നു. പ്രൈസലോ. എങ്ങനെ കാക്കുന്നു? വിശ്വാസത്താൽ
ദൈവശക്തിയിൽ കാക്കുന്നു. സ്തോത്രം. ദൈവമക്കൾ പറഞ്ഞ് വിശ്വാസത്താൽ. ഹല്ലേലൂയ. ആരുടെ വിശ്വാസത്താൽ? എൻ്റെ വിശ്വാസത്താൽ. ആരിലുള്ള വിശ്വാസത്താൽ? ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ആ വിശ്വാസം എൻ്റെ അകത്ത് വന്നപ്പോൾ എന്നിൽ എന്തു വന്നു? ദൈവശക്തി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവർക്ക് ഈ സുവിശേഷം ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽക്കാലം എന്നെ കാക്കുന്ന ദൈവശക്തിയാലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഏത് കഷ്ടതയുടെ നടുവിലോ, ഏത് തീച്ചൂളയുടെ നടുവിലോ, ഏത് പ്രതിസന്ധിയുടെ നടുവിലോ നമ്മെ നിർത്തുവാൻ മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്. അതാ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ മൺകൂടാരത്തിനകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി. കഷ്ടതയുണ്ടെങ്കിൽ ഇടുങ്ങിയിരിക്കുന്നില്ല, ഉപദ്രവം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നെങ്കിലോ നിലംപരിച്ചായി പോകുന്നില്ല. കാരണം അകത്ത് ദൈവശക്തി. ഹല്ലേലൂയ. ആമേൻ. ലുസ്രയിലോ ഇക്കോനിയിൽ നിന്നൊക്കെ കടന്നു വന്ന് പൗലോസിനെ കല്ലെടുത്തെറിയുമ്പോ അവിടെ മരിച്ചു വീണു എന്ന് വിധി പറഞ്ഞ് ഇടത്തുനിന്ന് പൗലോസ് എഴുന്നേൽക്കുകയാ. ആര് കല്ലെറിഞ്ഞോ അവരുടെ ദേശത്ത് പോയി സുവിശേഷം വിളിച്ചു പറയുകയാ. എന്തേ പൗലോസേ അവിടെ അവസാനിക്കാതിരുന്നത്? അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ളവർ പറയണം, എന്നെ കരുതുന്നത് ദൈവശക്തിയാണ്. ആരും നമ്മളെ കരുതാൻ ഈ ലോകത്തിൽ ഇല്ലേലും നമ്മളിൽ വസിക്കുന്ന കർത്താവ് കരുതിയാൽ മതി. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ, അത് നമ്മളെ ചുറ്റി പരിപാലിക്കാൻ മതിയായതാ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ ദൃഢപ്പെടുന്നുവെങ്കിൽ ആമേൻ ദൈവസന്നിധി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മുടെ ആമേൻ ലക്ഷ്യം ആമേൻ വെളിപ്പെടുവാനുള്ള തേജസ്സാ. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ്സാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വിശ്വാസ ജീവിതം ശക്തിയുള്ളതായിരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? കാരണം എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാ. ആ പ്രത്യാശ എൻ്റെ അകത്തൊരു ദൈവശക്തി തന്നിട്ടുണ്ട്. ആ ദൈവശക്തി ഞാൻ ബലഹീനനാകുമ്പോൾ എന്നെ ശക്തീകരിക്കുക. സ്തോത്രം, സ്തോത്രം. കഷ്ടത വരുമ്പോൾ ഞാൻ നിരാശ പറയാതെ പ്രത്യാശ എന്നെ കൊണ്ട് പറയിപ്പിക്കുക. ആമേൻ. സ്തോത്രം. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ ദൈവശക്തി വരുമ്പോൾ ആമേൻ നമ്മൾ അന്യഭാഷി ദൈവത്തെ ആരാധിച്ചെന്നിരിക്കുക. എന്നാൽ ദൈവശക്തി തന്നിരിക്കുന്ന അന്യഭാഷി ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഈ ആത്മീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും ക്രൈസ്റ്റ്ലെസ് ലിവിങ്ങും ക്രിസ്തുവിനെ കൂടെയുള്ള ജീവിതവും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവില്ലാത്ത ജീവിതവും ക്രിസ്തുവില്ലാത്ത ജീവിതത്തിൻ്റെ പ്രത്യേകത തന്നെ ഇവിടെ പറയുന്നുണ്ട്. സ്തോത്രം. പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാണ് നടന്നത്? അജ്ഞാനത്തിലാണ് നടന്നത്. സ്തോത്രം. അജ്ഞതയിലാണ് നടന്നത്. സ്തോത്രം. പണ്ട് കാലത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ. പണ്ട് കാലത്ത് നമ്മളെ നിയന്ത്രിച്ചത് എന്നായിരുന്നു? നമ്മുടെ ഡിസൈഴ്സ്, നമ്മുടെ മോഹങ്ങളായിരുന്നു നമ്മളെ നിയന്ത്രിച്ചത്. സ്തോത്രം. ദൈവമൊക്കെ മനസ്സിലായിരുന്നു. പണ്ട് കാലത്ത് അജ്ഞതയിൽ നമ്മൾ ജീവിച്ചു. നമ്മുടെ മോഹങ്ങളാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പണ്ട് കാലത്തെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നോ? ഇന്ന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതല്ലേ? ക്രിസ്തുവിനോട് കൂടെ നടക്കാൻ കഴിയുന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? ദൈവമക്കളെ വീണ്ടും ജനനം പ്രാപിച്ച് പ്രത്യാശയുള്ള ദൈവമക്കളോട് പറയുക, പണ്ട് കാലത്തെ അജ്ഞതയിൽ നടന്നതുപോലെ ഇനി നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ? അത് ആമേ കർത്താവിനെ കൂടാതെയുള്ള യാത്രയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിനെ കണ്ടിട്ട് ഇനി അജ്ഞതയിൽ നടക്കരുത്. ഹല്ലേലൂയ. ആമേ കർത്താവിനെ കണ്ടിട്ട് ഇനി നമ്മുടെ മോഹങ്ങളിൽ നടക്കരുത്. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടിട്ട് അർത്ഥമില്ലാത്തൊരു ജീവിതം നയിക്കരുത്. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ ത്ത് വെളിപ്പെടുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കർത്താവിനെ അറിയത്തില്ലായിരുന്നു.
അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് നടക്കായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കൊരു കർത്താവുണ്ട്, സ്തോത്രം. ഇന്ന് എനിക്കൊരു പ്രത്യാശയുണ്ട്. അജ്ഞതി നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ ഡിസൈഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ ജീവിതത്തിനൊരർത്ഥമുണ്ട്, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പ്രൈസ് ആമേ, പ്രൈസ്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മുടെ കർത്താവ് നമുക്കൊരു വില തന്നിട്ടുണ്ട്. അത് തൻ്റെ ആമേ കാൽവരി ക്രൂശിൽ ഒഴുക്കിയ രക്തമാണ്. പ്രൈസ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? അജ്ഞാനകാലത്ത് ജീവിച്ചതുപോലെ ഇനി ജീവിക്കരുത്. ആമേ, പ്രൈസലോ. സ്വയ ഇഷ്ടത്തിനകത്ത് ജീവിക്കരുത്. ലൗകിക ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകരുത്. പാപത്തിന്റെ വഴികളിലേക്ക് പോകരുത്. ഇതെല്ലാം പഴയ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു രൂപാന്തരം ഉണ്ടാകണം, ഒരു വിശുദ്ധി ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ, ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിശുദ്ധനോ തേണം അനുസരണയുള്ള മക്കളായി എല്ലാം നടപ്പിലും വിശുദ്ധരാകുവീൻ. പ്രൈസലോ. അപ്പൊ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരണയുള്ള മക്കളാണ്. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ആമേ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ദൈവത്തിന്റെ ആരാധന അർപ്പിക്കാമോ? പ്രൈസലോ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമ്മളായിരിക്കും. നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ തരുവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആമേൻ. അവന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. ആമേൻ. അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയാ. ആ പ്രത്യാശയുള്ള ദൈവമക്കളോട് പറയുക, നിങ്ങളെ സൂക്ഷിക്കുന്ന, നിങ്ങളെ കാക്കുന്നത്, ആമേൻ, വിശ്വാസത്താൽ ദൈവശക്തിയിൽ നിങ്ങൾ കാക്കപ്പെടുന്നവരാണ്. പ്രൈസലോ. ആമേൻ. നിങ്ങളുടെ പ്രത്യാശ എന്താ? ആമേൻ, ആ തേജസ്സിന്റെ അനുഭവമാ. പ്രൈസലോ. ആമേൻ. ഒരു കാര്യം ശ്രദ്ധിച്ച്, ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശത്തിനായി നിങ്ങളെ സൂക്ഷിച്ചിരിക്കുകയാ. ആമേൻ. ക്ഷയം, വാട്ടം, മാലിന്യം. ആമേൻ. ക്ഷയം എന്തിനാ പറ്റുന്നത്? വാട്ടം എന്തിനാ പറ്റുന്നത്? മാലിന്യം എന്തിനാ പറ്റുന്നത്? പ്രൈസലോ. ഈ ലോകത്തിലുള്ളതില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ലോകത്തിലുള്ളത് എന്തോ അല്ല ഇനി തരാൻ പോകുന്നത്. ഇനി തരാൻ പോകുന്നത് ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ആ നിത്യജീവന്റെ അനുഭവം, ആ തേജസ്സിന്റെ അനുഭവം. അത് പ്രാപിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാല ഇരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രൈസലോ. ആമേൻ. ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം തരുമെന്ന് പറയുമ്പോൾ ആമേൻ, ഒരു പക്ഷേ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കും. പ്രൈസലോ. ആ ആരാധന എത്ര സമയമുണ്ട്? പ്രൈസലോ. ഹല്ലേലൂയ. ആ ആരാധന അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ സണ്ണിച്ചാനോട് ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ 21 ദൈവദാസന്മാർ വരും. ആമേൻ. ആദ്യത്തെ ദിവസം വരുന്ന ദൈവദാസൻ പറയും, ഇന്നാണ് നിങ്ങളുടെ വിടുതൽ. പ്രൈസലോ. രണ്ടാമത്തെ ദിവസം വരുന്ന ദൈവദാസൻ അത് തന്നെ ആവർത്തിക്കും, ഇന്നാണ് നിങ്ങളുടെ വിടുതൽ. പ്രൈസലോ. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല. പ്രൈസലോ. നമ്മൾ പലപ്പോഴും പല പ്രലോഭനങ്ങളിൽ, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആമേൻ വഴുതിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുകയാ, നിങ്ങളുടെ വിടുതൽ സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ വിടുതൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ദൈവത്തിന്റെ മക്കളാക്കി അകത്ത് പ്രത്യാശ തന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതൽ, ഇനി സംഭവിക്കാനുള്ള ഏറ്റവും വലിയ വിടുതൽ എന്റെ കർത്താവിന്റെ വരവാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ശംദാ റിഗബന ഹത്തുന റിഗദലക ജീവക്കാരക ദരജാരസിയാദന അംദന ഋഗബനഗദനക ജീവക്കാരബ നഗദനഗജാര ശംദനരാജസിയാദന. ഹല്ലേലൂയ. ഞാൻ നിർത്താം. പ്രൈസലോ. ഹല്ലേലൂയ. 18ാമത്തെ വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ നടക്കുന്നവരാണെങ്കിൽ അനുസരണമുള്ളവരായിരിക്കണം, വിശുദ്ധ
വിശുദ്ധരായിരിക്കണം. കർത്താവ് വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അവിടെ കൊണ്ട് തീരുകയല്ല, നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തോടൊരു ബഹുമാനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി നമുക്കൊരു ഭയം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭയം എന്ന് പറയുമ്പോൾ ആമേൻ ഒരു പുലിയുടെ മുമ്പിലേക്ക് പെട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഭയമല്ല. ആമേൻ ദൈവസ്നേഹത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ഭയം, പിതാവിനോട് തോന്നുന്ന ഒരു ഭയം. ആമേൻ ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു. എന്തുകൊണ്ട് ഞാൻ യേശു കർത്താവിനെ ബഹുമാനിക്കണം എന്ന് ചോദിച്ചാൽ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി 10,000 രൂപ കൊടുത്ത് മേടിച്ച ഒരു ആട്ടിൻകുട്ടി അല്ല എൻ്റെ കർത്താവ്. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ, ഹല്ലേലൂയ, ആമേൻ, ദൈവമായിരുന്നവൻ സ്വപുത്രൻ, ഹല്ലേലൂയ, ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കർത്താവാണ് നമുക്ക് വേണ്ടി പാപമായി തീർന്നത്, നമുക്ക് വേണ്ടി മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. അവന്റെ രക്തത്തുള്ളികളാണ് നമ്മളെ വീണ്ടെടുത്തത്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അവന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമ്മൾ ആദരവോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകും? നമ്മൾ പറയാൻ എളുപ്പം, 2-3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടി വന്ന് അവിടെ നടുവ് ഞാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്നിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം എന്നിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഒരു പദവിയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ഉയർച്ചയും വേണ്ട. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഉരവാൻ ശബ്ദല രാജസ്യാദന, എനിക്ക് വേണ്ടി അടികൊണ്ടവൻ, എനിക്ക് വേണ്ടി നിന്ന് സഹിച്ചവൻ, എനിക്ക് വേണ്ടി തുപ്പലേറ്റവൻ, എനിക്ക് വേണ്ടി മുൾക്കിരീടം ചുടപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ചാട്ടവർ അടിയേറ്റവൻ, എനിക്ക് വേണ്ടി കൈകാലുകളിൽ ആണി അടിച്ചുറപ്പിക്കും. ഓരവല ശബ്ദല രാജസ്, എനിക്ക് വേണ്ടി ആ വേദനകളൊക്കെ സഹിച്ചു. ജീവാന ഹംദുല ലഗദരഗജാരസ്. കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രമാത്രം ഞാൻ താഴണം, എത്രമാത്രം ഞാൻ സമർപ്പിക്കണം, എത്രമാത്രം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഓ ജീസസ്. ക്രിസ്തുവില്ലാത്ത ജീവിതമല്ല നമുക്ക് ക്രിസ്തുവുള്ള ജീവിതം. ക്രിസ്തുവുള്ള ജീവിതം ഉണ്ടെങ്കിൽ അനുസരണമുണ്ട്, ക്രിസ്തുവുള്ള ജീവിതം ഉണ്ടെങ്കിൽ വിശുദ്ധ ജീവിതമുണ്ട്, ക്രിസ്തുവുള്ള ജീവിതം ഉണ്ടെങ്കിൽ ആമേൻ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ഭയമുണ്ട്. സ്തോത്രം. ക്രിസ്തുവുള്ള ജീവിതം ഉണ്ടെങ്കിൽ സഹോദര സ്നേഹമുണ്ട്. ക്രിസ്തുവുള്ള ജീവിതം ഉണ്ടെങ്കിൽ സഹോദര സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വെളിപ്പെടാനുള്ള തേജസ്സാണ്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടുന്നത്. ഈ ലക്ഷ്യമില്ലാതിരുന്നപ്പോൾ നമ്മൾ അജ്ഞതയിലും ജഡത്തിൻ്റെ മോഹങ്ങളിലും ഒക്കെ നടന്നു. സ്തോത്രം. ഇന്നൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ അനുസരണം. സ്തോത്രം. അനുസരണം ആരെയും കാണിക്കാനല്ല, അനുസരണം എൻ്റെ വിടുതലിനാണ്. സ്തോത്രം. കിണറ്റിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് കിണറ്റിൽ നിന്ന് കയറാൻ കസേര കെട്ടിക്കൊടുക്കുക. മുകളിൽ നിന്ന് എല്ലാവരും പറയാം, കയറടാ കയറടാ. സ്തോത്രം. കിണറ്റിൽ ഇറങ്ങിയവന്, വീണവന് കയറാൻ താല്പര്യമില്ലെങ്കിൽ ഈ കസേര കൊണ്ട് ഒരു പ്രയോജനമില്ല. ജീവിതത്തിനകത്ത് ലൗകിക മോഹങ്ങളിൽ നിന്ന് വിട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് എൻ്റെ ഒരു തീരുമാനം അതിൻ്റെ മുമ്പിൽ ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുക. പ്രസംഗം ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കാം, എന്നാൽ തീരുമാനമെടുക്കേണ്ടത് ദൈവമക്കളാ. തീരുമാനം ദൈവസന്നിധി കൈക്കൊള്ളാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ തീരുമാനത്തിലേക്ക് നയിക്കാൻ ദൈവശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ ആമേൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമുക്കൊരു ലക്ഷ്യമുണ്ട് ദൈവമക്കളെ. ഈ ലോകത്തിൽ അവസാനിക്കേണ്ടവരല്ല, ഇതിനപ്പുറത്തൊരു ജീവിതം നമുക്കുണ്ട്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങ. സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങ.
ആമേൻ. സ്തോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെ ദൈവം തരും കേട്ടോ. സ്തോത്രം. നിങ്ങൾ ഈ ലോക ജീവിതത്തിനകത്ത് തകർന്നു പോകണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓടേണ്ടത് ആമേൻ അപ്പത്തിന് വേണ്ടിയല്ല, നിങ്ങൾ ഓടേണ്ടത് അത്ഭുതം ചെയ്ത കർത്താവിൻ്റെ പിന്നാലെയാണ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് അപ്പം ഭക്ഷിച്ചവർ അപ്പം കണ്ടു. സ്തോത്രം. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തി പ്രാപിച്ചു. നാളെ വീണ്ടും വരികയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തിപ്പെട്ടുള്ളൂ. സ്തോത്രം. കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിനെ പിന്തുടരുന്നവരാ. സ്തോത്രം. ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിനെ തൊട്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ നോട്ടം കണ്ടിട്ടുണ്ടോ? ജീസസ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. വഴി ശരിയാ, പക്ഷെ അകലം വിട്ട് നടന്നതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തിയില്ല. ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ തൊട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്. ഓ ജീസസ്, 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 ജീസസ്. എൻ്റെ കർത്താവിനോട് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയോ ദിവസങ്ങളിൽ പ്രൈസിലോ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ആഴമായ അനുതാപം ഉണ്ടായിട്ടുണ്ട്, കണ്ണുനീരുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അകലം വിട്ട് പോകരുതേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മളെ സ്നേഹിച്ചവനാണ്, അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവ്. ആ സ്നേഹത്തെ മറികടന്നു പോകരുതേ. ഒരു തീരുമാനമെടുക്കാം. എനിക്കെൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കണം, എനിക്കെൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നടക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ ഹിതം നടക്കണം. ഓ റീഖാവന ശംദന രാജക ശൗഡവനഗതന ജീവക്കാരക ദരജാലസിയാദ. ഒരു പാസ്റ്ററും നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുവാണ്. സ്തോത്രം. ഒരു പാസ്റ്ററിന് പിന്നാലെയല്ല പോകേണ്ടത്, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകും. സ്തോത്രം. ജീസസ്. ഒരു പ്രസ്ഥാനവും നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നിട്ടില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകും.